പാഠം 702. ഒരു ജാതി ഒരു ദൈവം. കേരളത്തിൽ വർഗീയതയും ജാതിചിന്തയും വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവുകൾ കൂടുതൽ ശക്തമായതോടെ സാമൂഹ്യനീതിയും മതേതരത്വവും ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് വിദഗ്ധർ പറയുന്നു. കഷ്ടം. ലോകം മുന്നോട്ടാണ് പോകുന്നതെന്ന് വെറുതെ പറയുന്നതാ. പോകുന്നത് പുറകോട്ട് തന്നെയാ. എന്താണ് വലിയ ചിന്തയിലാണെന്ന് തോന്നല്ലോ. നീ ഇത് കണ്ടോ ഭാമേ? ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവുകൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടി വരിക. അതിപ്പോ പത്രത്തിൽ വായിച്ചറിയേണ്ട കാര്യമുണ്ടോ മോഹനേട്ടാ? നമ്മള് വലിയ പരിഷ്കാരികളാണ്, പ്രബുദ്ധരാണെന്നൊക്കെ വെറുതെ പറയാൻ കൊള്ളാം. സംസാരിക്കുന്നതിലും പെരുമാറുന്നതിലും ചിന്തിക്കുന്നതിലും ശ്വസിക്കുന്നതിൽ പോലും ജാതി മതമോ. സാധാരണ വിദ്യാഭ്യാസം കൂടുമ്പോ ഇത് കുറഞ്ഞു വരേണ്ടതാണ്. പക്ഷെ വിദ്യാഭ്യാസം കൂടുന്തോറും ജാതി ചിന്തയും കൂടിക്കൂടി വരിക. അതങ്ങനെ മോഹനേട്ടാ, വിദ്യാഭ്യാസം തന്നെ ജാതി കണക്കിന് തീരെഴുതി കൊടുത്തിരിക്കുകയല്ലേ. അങ്ങനെയുള്ള സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ട് വരുമ്പോ ഈ ജാതി ചിന്തയും മതചിന്തയൊക്കെ കൂടുതലേ ഉള്ളൂ. സത്യം പറഞ്ഞാ ഈ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരെ പിടിച്ച് ജയിലിടുകയാണ് വേണ്ടത്. ഒരു മതേതര രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവുണ്ടാക്കുന്നത് രാജ്യദ്രോഹമായിട്ട് കാണണം. മോഹനേട്ടനത് പറയും, ഞാനും പറയും. നമ്മള് പറയുന്ന പോലെ പറയാൻ എത്ര പേരുണ്ടാവും മോഹനേട്ടാ? അതെയോ? അനന്താ, ഞാനും ഭാമ ഇന്ന് ഇവിടെ തന്നെ കാണും. സാർ ഇങ്ങോട്ട് വന്നാ മതി. ശരി. നിനക്കറിയില്ലേ ഗോവിന്ദ സാറിനെ? വലിയ സാമൂഹിക പ്രവർത്തകനാ. നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ച പോലെ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ നിലനിൽക്കുന്ന ഒരാളാണ്. നല്ല മനുഷ്യൻ. എന്തോ കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞോട്ടല്ലോ. ഗോപിനാഥ് സാറിന് ഒരു കേസുണ്ട്. വക്കീലാഫീസ് വന്ന് നിന്നെ കാണാനിരുന്നപ്പോഴാ ഇന്ന് അവധിയാണെന്ന് ഓർത്തു. ഇങ്ങോട്ട് വരട്ടെ ചോദിക്കാനാ വിളിച്ചത്. അയ്യേ, നാളെ ഓഫീസിലേക്ക് വരാൻ പറ മോനട്ടാ. ഇന്ന് എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ആകെ ഒരു അവധി കിട്ടുമ്പോഴല്ലേ ഇവിടുത്തെ ജോലി മുഴുവൻ തീർക്കാൻ പറ്റൂ. അതിനെത്ര സമയം വേണം? ഗോപിനാഥ് സാർ വരുന്നു, കേസിന്റെ കാര്യം പറയുന്നു, പോകുന്നു. നേരെ വന്നാ ഒരു അരമണിക്കൂർ. എന്നാലും എന്നെ കൊണ്ട് വയ്യ. നാളെ വരാൻ മോഹനേട്ട പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ കേൾക്കും. സ്വന്തം മതം തിരഞ്ഞെടുക്കാൻ ആളുകൾക്ക് അനുവാദം വേണ്ടേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സാകണം നമ്മുടെ നാട്ടിൽ. അതെ. അപ്പോഴേ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കാനുള്ള പക്വത നമുക്കുണ്ടാവും. പക്ഷേ ദൈവങ്ങളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പക്വതയും വേണ്ട, അറിവും വേണ്ട. അതെ അതെ. നമ്മുടെ ദൈവത്തെ നമുക്ക് വേണ്ടി വേറെ ആരൊക്കെയോ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ശരിയല്ലേ? മോഹനേഷന്റെ ഈ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാ സെമിനാറിന് മോഹനേഷൻ വന്നേ പറ്റൂന്ന് ഞാൻ വാശി പിടിക്കുന്നത്. മോഹനേഷൻ വന്നേ പറ്റൂ. അപ്പൊ അതാണ് മോഹനേട്ടനെ പറ്റി പുള്ളിക്കാരൻ നല്ലത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ആ കേസ് കേൾക്കണം അല്ലേ? ജാതിയും മതവുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യം പറയാനായിരിക്കും ഗോപിനാഥ് സാർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കേസ് വാദിക്കുന്നത് കൊണ്ട് നിനക്ക് നല്ല പേരുണ്ടാവും. വാദിക്കുകയാണെങ്കിൽ ഇത്തരം കേസുകളാണ് വാദിക്കേണ്ടത്. അല്ലാതെ കള്ളന്മാരുടെയും കൊലപാതകളുടെയും കേസ് വാദിച്ചിട്ട് എന്താ കാര്യം? സമൂഹത്തിന് നന്മയുണ്ടാകുന്ന കേസുകൾ വാദിച്ച് പേരെടുക്കാൻ ശ്രമിക്കണം. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു മോനട്ടാ. പക്ഷെ ഇന്നൊരു അവധി ദിവസമല്ലേ, ഇന്നൊരു ദിവസത്തേക്ക് അത് ഒഴിവാക്കാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, ഇന്നൊരു അവധി ദിവസമായിട്ട് അതിന് ഇനി വഴക്കുണ്ടാക്കണ്ട. ഗോപിനാഥ് സാർ വരട്ടെ. പക്ഷെ ഗോപിനാഥ് സാർ പോരല്ലോ. അപ്പൊ ഞാനെന്ത് പറയും? നീ ഇവിടെ ഉണ്ടെന്നും ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്നും ഞാൻ ഗോപിനാഥ് സാറിനോട് പറഞ്ഞു പോയി. ഇനിയിപ്പോ ഗോപിനാഥ് സാർ വരുമ്പോ നീ ഇല്ലെന്ന് പറഞ്ഞാൽ സാർ എന്ത് കരുതും? ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോഹനട്ടാ. എനിക്കിത് എന്തായാലും ഓഫീസിൽ പോയേ പറ്റൂ. അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കേസാ ഇത്. നീ മനഃപൂർവ്വം ചെയ്യുന്ന. ഞാൻ പറഞ്ഞിട്ട് ഒരാൾ നിന്നെ കാണാൻ വരുമ്പോ നീ ഓഫീസിൽ പോയെന്ന് പറഞ്ഞ, അതും ഒരു അവധി ദിവസം, ഞാൻ സമ്മതിക്കില്ല. ഗോപിനാഥ സാർ എന്നെ കാണാൻ വരുന്നത് ഒരു കേസിന്റെ കാര്യത്തിനാണെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ അവധി ദിവസം വീട്ടിൽ കേസ് ചർച്ച ചെയ്യാം, ഓഫീസിൽ പോകാൻ പാടില്ല എന്നാണോ? ഗോപിനാഥ് സാറിന് വീട് അറിയാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. മറ്റേ കക്ഷികൾക്ക് വീട് അറിയാത്തതുകൊണ്ട് അവർ ഓഫീസിലേക്ക് വരുന്നു. രണ്ടും കേസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഓഫീസിലേക്ക് പോകും.
ഭാമേ, ഇത് മോശമാണ്. നിനക്ക് ആഫീസിൽ പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഗോപിനാഥ് സാർ വന്നിട്ട് പോയാ പോരെ? അതെങ്ങനെയാ മോഹനേട്ടാ? എന്നെ കണ്ടിട്ട് വക്കാലത്ത് ഒപ്പിട്ട് തന്നിട്ട് ബാംഗ്ലൂർക്ക് പോകാനിരിക്കുന്ന കക്ഷികളെയല്ലേ ആദ്യം ഞാൻ കാണേണ്ടത്. പക്ഷെ ആദ്യം വിളിച്ചത് ഗോപിനാഥ് സാറാണല്ലോ. ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും 1/2 മണിക്കൂറിനുള്ളിൽ ഓഫീസിലേക്ക് പോകും. അതിനു മുന്നേ ഗോപിനാഥ് സാർ വന്നിട്ടുണ്ടെങ്കിൽ കാര്യം എന്താന്ന് ഞാൻ കേൾക്കാം. ഇല്ലെങ്കിൽ ഗോപിനാഥ് സാറിനോട് പിന്നെ വരാൻ മോഹനേട്ടൻ പറ. അതെന്ത് മര്യാദയാണ്? എനിക്ക് ഗോപിനാഥ് സാറിന്റെ കേസ് വാദിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് മോഹനേട്ടന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഗോപിനാഥ് സാർ വരുമ്പോ മോഹനേട്ടൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. ഗോപിനാഥ് സാറായിരിക്കും.